നമുക്ക് ഏറ്റവും പരിചിതമുള്ള വേദഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം. നമ്മൾ പലപ്പോഴും നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ഈ വേദഭാഗം പറഞ്ഞ് നമ്മൾ അങ്ങ് പോകാറുണ്ട്. അതിന്റെ 18ഉം 19ഉം വാക്യങ്ങൾ ഏകദേശം നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠവുമാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. വായിച്ച 18ഉം 19ഉം വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇത് ഇസ്രായേൽ യഹൂദ ജനം പ്രൈസ് ദി ലോർഡ് ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ, യേശു കർത്താവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ 6th century BC-യിൽ ഇസ്രായേൽ ജനം, യഹൂദ ജനം പ്രൈസ് ദി ലോർഡ് ബാബിലോണിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോഴാണ് ഈ പ്രവചനം നടന്നത്. ഏകദേശം 540 BC എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ഇന്ന് ശ്രദ്ധിക്കണം. 540 BC കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് യഹൂദ ജനം ബാബിലോണിന്റെ അടിമത്തത്തിൽ, കൽദയരുടെ അടിമത്തത്തിലായിരിക്കുമ്പോൾ ആണ് ഈ പ്രവചനം വന്നത്. വർഷങ്ങളായി അവർ അടിമത്തത്തിൽ, പ്രവാസത്തിൽ കഴിയുക. അവരെ പിടിച്ചുകൊണ്ട് പോയ നാൾ മുതൽ വർഷങ്ങളായിട്ട് അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകണമെന്നുള്ള ആഗ്രഹത്തോടെ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ സ്വപ്നം കാണുന്നുണ്ട്, ഒരു ദിവസം അവരെ സ്വന്തം നാട്ടിലേക്ക് അവർ മടങ്ങി പോകുമെന്ന്. ബട്ട് ദേ ആർ സ്റ്റിൽ ഇൻ എക്സൈൽ. പ്രൈസ് ദി ലോർഡ്. അവരെ പിടിച്ചുകൊണ്ടുപോയ നാട്ടില് അവർ അടിമത്തത്തിൽ, അവർ സ്ലേവറി കഴിയുക. ഈ കാലഘട്ടത്തിലാണ് പ്രൈസ് ദി ലോർഡ് യെശയ്യാ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം അവർക്കൊരു ആലോചന കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഭാഗത്ത് വരുമ്പോൾ 3 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഇവര് വല്ലാതെ വലഞ്ഞു പോയി. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എൻടാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ യു ആർ ട്രാപ്ഡ് ഇൻടു ദ എനിമി സ്നേർ എന്ന. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ വലയ്ക്കകത്ത് നിങ്ങൾ അകപ്പെട്ടു പോവുക. ഈ വേട്ടക്കാരന്റെ വലയ്ക്കകത്ത് അകപ്പെട്ടു പോയ മൃഗങ്ങളെ കണ്ടിട്ടില്ലേ? അത് അകത്തോട്ട് ചെന്ന് ചാടി കഴിഞ്ഞിട്ട് അതിന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, അതിനകത്തങ്ങ് കിടക്കുക. അങ്ങനെ വലയ്ക്കകത്ത് അകപ്പെട്ടു പോയ, ശ്രദ്ധിച്ചേ, വലയ്ക്കകത്ത് അകപ്പെട്ടു പോയ പ്രൈസ് ദി ലോർഡ് വേട്ട മൃഗത്തെ പോലെ ഇസ്രായേൽ കഴിഞ്ഞ നാളുകളായി പ്രൈസ് ദി ലോർഡ് ബാബിലോണിന്റെ ദേശത്ത് നിന്നുകൊണ്ട് യഹൂദ ജനം ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി വർഷങ്ങളായിട്ട് അവർ പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിച്ച് അവർക്ക് മടുപ്പുളവായി പോയി. പ്രൈസ് ദി ലോർഡ്. അവർ മടുത്തുപോയി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ ഈ പ്രവാസം ഒന്ന് അവസാനിക്കണം, കർത്താവേ ഞങ്ങളുടെ ഈ അലച്ചിലൊന്ന് മാറണം, കർത്താവേ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് കാലക്രമേണ അവർക്ക് പ്രൈസ് ദി ലോർഡ് അവർക്ക് പ്രത്യാശ ഭംഗം സംഭവിച്ചു. നമ്മൾ ഇങ്ങനെ ഒരേ വിഷയത്തിന് വേണ്ടി നാളുകളായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ഷീണം വരും, മടുത്തു പോകും. സ്തോത്രം. അങ്ങനെ ഈ യഹൂദ ജനത്തിന് പ്രൈസ് ദി ലോർഡ് ഈ സ്ഥലത്ത് അവരിങ്ങനെ വർഷങ്ങളായി പ്രവാസം, they have been there for a long time, they have been praying for their deliverance. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നൊരു മാനസാന്തരത്തിന്, അവിടെ നിന്നൊരു വിടുതലിന് വേണ്ടി അവർ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് അവരുടെ പ്രത്യാശ അറ്റുപോയി. 2, ഇങ്ങനെ വർഷങ്ങളായി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ചിന്ത വന്നു, ദൈവം ഞങ്ങളെ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിഷയത്തിന് മറുപടി കിട്ടാതെ വരുമ്പോൾ, നമ്മുടെ വിഷയത്തിന്റെ പ്രൈസ് ദി ലോർഡ് നമ്മൾ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, ദൈവം എന്റെ വിഷയത്തിൽ പ്രൈസ് ദി ലോർഡ് ഇടപെടുന്നില്ല, ദൈവം എന്നെ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എനിക്കിനി ഒരു മാറ്റം ഉണ്ടാക്കത്തില്ല. യഹൂദ ജനം 540 BC-യിൽ ഏകദേശം 6-ാം നൂറ്റാണ്ടില് ബാബിലോണിന്റെ അടിമത്തത്തില് കൽദയരുടെ പ്രവാസത്തിൽ കഴിയുമ്പോൾ അവർ ചിന്തിച്ചു പോയി, ദൈവം ഇനി ഒരിക്കലും ഞങ്ങളെ വിടുവിക്കത്തില്ല. നമുക്കൊരു ഞെരുക്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്നെ മറന്നു കാണാം. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ വിഷയത്തിൽ ഇനി ഇടപെടത്തില്ല. സ്തോത്രം. കർത്താവ് എന്നെ മറന്നുപോയി. ഇത് നമ്മുടെ മനസ്സിനകത്ത് ശത്രുവായവൻ കൊണ്ടേച്ച് പറയും, കണ്ടോ എത്ര വർഷം കൊണ്ടാ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എത്ര നാൾ കൊണ്ടാ നീ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന്റെ പുറത്ത് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? അത് പറയുമ്പോൾ നമുക്ക് മടുപ്പുളവാകും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയണം, എന്റെ കർത്താവ് എന്റെ വിഷയത്തിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എന്റെ വിഷയത്തിൽ ഇടപെടും. ഇസ്രായേലിനോട് പറയുക, നീ മുമ്പുള്ളതിനെ ഓർക്കേണ്ട, പണ്ടുള്ളതിനെ നീ നിരൂപിക്കുകയും വേണ്ട. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ പ്രവാസ
പ്രയാസത്തിലാ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ അടിമത്തത്തിലാ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശത്രു നിങ്ങളുടെ മേലെ വാടകോരിടുകയാ. നിങ്ങൾ പറയും, പ്രൈസ് ദി ലോർഡ്, എന്റെ പ്രത്യാശ നശിച്ചു പോയി, എനിക്കൊരു മടങ്ങിപ്പോക്കില്ല, എനിക്കൊരു തിരിച്ചു വരവില്ല, എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ല, എന്റെ ഭവനത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല, എന്റെ വിഷയത്തിൽ ഒരു മറുപടി വരത്തില്ല, എനിക്കിനി ഒരു പോപ്പുമില്ല, എനിക്കൊരു പ്രതീക്ഷയുമില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, ഞാനിതാ പുതുതായിട്ടൊന്ന് ചെയ്യാൻ പോവുക. Glory to God, glory to God, glory to God. കുഴഞ്ഞുപോയ അവസ്ഥ, ഇനിയൊരു മാറ്റത്തിന് സാധ്യതയില്ല. സ്തോത്രം. ഒന്ന്, വർഷങ്ങൾ കുറേയായി ഇവർ അടിമത്തത്തിൽ കിടക്കുക. They have been in the exile for a long time. And അവർക്കത് പതിയെ പതിയെ അവർക്ക് ആ ഹോപ്പ് അങ്ങ് പോയി. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കും, 2 ദിവസം പ്രാർത്ഥിക്കും, 10 ദിവസമായി, പിന്നെ പിന്നെ നമുക്കൊരു പ്രതീക്ഷ അങ്ങ് കുറഞ്ഞ്. We become hopeless. നമുക്ക് തോന്നുന്നു ഇനി പ്രാർത്ഥിക്കണോ വേണ്ട എന്നൊരു തോന്നൽ വരും. അത് അപകടമാണ്. ശത്രു പറയും, ഇനി പ്രാർത്ഥിക്കണ്ട, കണ്ടോ എത്ര ദിവസം കൂടെ നീ ഇത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്നായിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എപ്പോഴേ അത് നടക്കേണ്ടതാ. എന്തുകൊണ്ടാണ് നടക്കാതെന്ന് അറിയാമോ? ദൈവം നിന്നെ കൈവിട്ടതാ. നീ കൈവിട്ട കേസാ. നിനക്കിനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല, നിനക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാകത്തില്ല, നിനക്കൊരു എഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ല എന്ന് ശത്രു പറയുമ്പോൾ ശത്രുവിനോട് പറയണം, പോ പിശാചേ, എന്റെ ദൈവം വലിയവനാ, എന്റെ ദൈവം എന്റെ വിഷയത്തിൽ ഇടപെടും, എന്റെ ദൈവം എന്റെ വിഷയത്തിന് മാറ്റം തരും, എന്റെ ദൈവം എന്നോട് മനസ്സലിയും, എന്റെ ദൈവം എന്റെ വിഷയത്തിൽ ഇടപെടും, എന്റെ ദൈവം എന്നെ മടക്കി വരുത്തും, എനിക്ക് അവന്റെ നന്മ തരും. പ്രൈസ് ദി ലോർഡ്. Glory, 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 glory to God, glory to God, glory to God. ഒരു ഭാഗം കൂടെ വായിച്ചു, സങ്കീർത്തനം 42 സങ്കീർത്തനം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. കോരഹ പുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാ. ഇതിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവമേ നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതും എന്ത്? ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞതെന്ത്? എനിക്ക് ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്, എന്റെ ഭവനത്തിനകത്ത് വിഷയങ്ങളുണ്ട്, ശത്രു എന്നെ ഞെരുക്കി കളയുന്നുണ്ട്, രോഗം എന്നെ ഞെരുക്കുന്നുണ്ട്, സാമ്പത്തിക വിഷയങ്ങൾ എന്നെ ഞെരുക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, തലമുറയെ കുറിച്ചുള്ള ഭാരം എന്നെ തിന്നു കളയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ എന്റെ ഭവനത്തിനകത്ത്, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ തലമുറയിൽ, എന്റെ ശരീരത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഞെരുങ്ങുമ്പോ നീ എന്നെ മറന്നു കളഞ്ഞതുണ്ട്. അടുത്ത ഭാഗത്ത് പറയുക, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതുണ്ട്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. When you are depressed, put your trust in God. Praise the Lord. When everything seems to be hopeless, you put your trust in God. That's a perfect God. Praise the Lord. എല്ലാം പ്രതികൂലമാണെന്ന് തോന്നുമ്പോ ഒരിടത്തും പ്രൈസ് ദി ലോർഡ് ഒരു മാറ്റത്തിന് സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുമ്പോ കോരഹ പുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ പറയുക, ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. അവൻ തന്നെ എന്റെ ബലം, അവൻ തന്നെ എന്റെ പ്രത്യാശ, അവൻ തന്നെ എന്റെ ഉത്തരം, അവൻ തന്നെ എന്റെ ആൻസർ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ വിഷയത്തിൽ ഇടപെടും. സ്തോത്രം. യഹൂദ ജനം ബാബിലോണിയ അടിമത്തത്തില്, കൽദയുടെ അടിമത്തത്തില് ഇനി ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇനി ഒരു മടങ്ങിപ്പോക്കില്ല, ശത്രു നമ്മുടെ മേലെ ജയമെടുത്തിരിക്കുക, ഇനി ഒരു മടങ്ങിപ്പോക്കിന് സാധ്യത കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കൽദയുടെ നാട്ടില് നമ്മുടെ ശവകുടീരങ്ങൾ തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ തലമുറകൾക്ക് ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല. ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ കണ്ടത് പറഞ്ഞതാ, നീ ഇന്നലകളെ നോക്കി പറഞ്ഞതാ, ഇതുവരെ സംഭവിച്ചത് നോക്കി നീ പറഞ്ഞതാ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട. Do not remember the former things. കഴിഞ്ഞ കാര്യങ്ങളെ കണ്ടേച്ച് നീ വരവിരുത്തരുത്. നീ ദൈവത്തെ നോക്കി പറയണം, തമ്പുരാൻ പുതിയൊരു കാര്യം ചെയ്യും. Praise the Lord. Hallelujah. എല്ലാം പ്രതികൂലമാണെന്ന് തോന്നുമ്പോ 14 സങ്കീർത്തനം അതിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, when the Lord bring back the captivity of his people,
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയും പ്രവാസത്തിലാ, നിങ്ങൾ പറയും അടിമത്തത്തിലാ, നിങ്ങൾ പറയും രോഗത്തിലാ, നിങ്ങൾ പറയും നിന്നയില്ല, നിങ്ങൾ പറയും പ്രതികൂലമാ. പ്രൈസ് ദി ലോർഡ്. ഒരു മാറ്റം ഉണ്ടാകില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഇന്ന് പകൽക്കാലം പറയാമോ, വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പറയാമോ, എന്റെ ദൈവം എന്റെ സ്ഥിതി മാറ്റും, എന്റെ ദൈവം എന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറ്റും, എന്റെ ദൈവം എന്റെ സമ്പത്തിന്റെ സ്ഥിതി മാറ്റും, എന്റെ ദൈവം എന്റെ തലമുറയുടെ സ്ഥിതി മാറ്റും, എന്റെ ദൈവം എന്റെ ജോലി സ്ഥലത്തെ സ്ഥിതി മാറ്റും, എന്റെ ദൈവം എന്റെ വിഷയത്തിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഒന്നും ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ദൈവം എന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുക. ദൈവം എന്റെ ശരീരത്തിന് രോഗസൗഖ്യം തരാൻ പോകുക. ദൈവം എന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുക. ദൈവം എന്റെ സാമ്പത്തിക വിഷയത്തിൽ പുതിയ വാതിലുകൾ തുറക്കാൻ പോകുക. ദൈവം എന്റെ ജോലി മേഖലയിൽ ഹല്ലേലൂയ ഇടപെടാൻ പോകുക. ദൈവം എന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാ. വിശ്വാസത്തോടെ പറഞ്ഞ് ദൈവം എന്റെ സ്ഥിതി മാറ്റും, ദൈവം എന്റെ സ്ഥിതി മാറ്റും. എത്ര കട്ടിയുള്ളതാണേലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ ഞെരുങ്ങി കടന്നു പോണതാണേലും, പ്രൈസ് ദി ലോർഡ്, ഇനി ഒരു ഉയർപ്പിന് സാധ്യതയില്ല എന്ന് പലവട്ടം പറഞ്ഞതാണേലും, മറ്റു പലരും അത് നോക്കിയേച്ച് ഇനി ഒരു മാറ്റത്തിന് സാധ്യതയില്ല, ഇനി ഒരു മാറ്റത്തിന് സാധ്യതയില്ല, ഇനി ഒരു വളർച്ചയ്ക്ക് സാധ്യതയില്ല, ഇനി ഒരു എഴുന്നേൽപ്പിന് സാധ്യതയില്ല എന്ന് ശത്രു പലവട്ടം പറഞ്ഞതാണെങ്കിൽ ഇന്ന് പറയാനും പറഞ്ഞേ, എന്റെ കർത്താവ് എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഒരു പ്രത്യാശയില്ലാതിരുന്ന ജനം വർഷങ്ങൾ കൊണ്ട് അവർ അടിമത്തത്തിലാണ്. യഹൂദ ജനത്തെ ബാബിലോണിലോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടെ, പ്രൈസ് ദി ലോർഡ്, അവരവിടെ നിന്നൊരു മടങ്ങി വരവിന് ഒരു സാധ്യതയും ഇല്ല. തമ്മിൽ കാണുമ്പോൾ പറയും, ഓ ഇനിയൊരു മടങ്ങിപ്പോക്കില്ല, ഇനിയൊരു നന്മ ഉണ്ടാകത്തില്ല, ഇനിയൊരു മാറ്റത്തിന് സാധ്യതയില്ല. സ്തോത്രം. കർത്താവ് പറയുക, മുമ്പുള്ളവ നീ ഓർക്കണം. നമ്മൾ അത് നോക്കിയാ പറയുന്നത്, കഴിഞ്ഞതിന് നോക്കിയേക്ക് പറയുക ഇനി ഇങ്ങനെയൊക്കെ തീരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല. 2025 നോക്കിയേച്ച് 2026 ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയരുത്. പകരം പറയണം, എന്റെ ദൈവം എന്റെ വിഷയത്തിൽ ഇടപെടും, എന്റെ അവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുത്തും, എന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവമാ. നിങ്ങൾ മുമ്പുള്ളവയെ ഓർക്കേണ്ട. റിമെമ്പർ നോട്ട് ദ ഫോമർ തിങ്സ്. രണ്ടും പ്രശ്നമാണ്. ഒന്ന്, നമുക്ക് കഴിഞ്ഞ നാളുകളിൽ വന്ന നന്മകളിൽ ജീവിക്കുന്നവരുണ്ട്, കഴിഞ്ഞ നാളുകളിൽ വന്ന തിന്മയിൽ പരാജയത്തിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. There are people who lived in the victory of the past. There are people who live in the failure of the past. Both are problem. ദൈവത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. എങ്ങനാ? നിങ്ങൾ പഴയതിൽ ജീവിച്ചാൽ. When you live in the past, praise the കർത്താവ് പറയാ, do not even remember. നിങ്ങൾ പഴയതിൽ നിൽക്കരുത്, പഴയതിനെ നോക്കരുത്. 2025 കർത്താവേ എനിക്ക് ശരീരത്തിൽ രോഗമായിരുന്നു, 2025 കർത്താവേ എൻ്റെ കുടുംബത്തിൽ തിന്മയായിരുന്നു, 2025 കർത്താവേ എൻ്റെ ജോലിയിൽ എനിക്ക് ഞെരുക്കമായിരുന്നു, 2025 കർത്താവേ എൻ്റെ തലമുറയ്ക്ക് എന്നെ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ തമ്പുരാൻ പറയുക, ഡു നോട്ട് റിമെമ്പർ ദ ഫോമർ തിങ്സ്. മുമ്പുള്ളവയെ നിങ്ങൾ നോക്കണ്ട. ഡു നോട്ട് റിമെമ്പർ ദ ഫോമർ തിങ്സ്. ദാനിയേലിനെ ദൈവം പ്രവാസത്തിൽ കൊണ്ടുപോയി അനുഗ്രഹിച്ചേ. ദാനിയേലിനെ സ്വന്തം നാട്ടിലല്ല അനുഗ്രഹിച്ചത്. ദാനിയേലിന് പറയാമായിരുന്നു, കർത്താവേ എന്തിനാ എന്നെ പ്രവാസത്തിലോട്ട്, why did you take me to the exile? നീ എന്തിനാ എന്നെ പ്രവാസത്തിലോട്ട് കൊണ്ടുപോയത്? എൻ്റെ അപ്പനെയും അമ്മയും കാണാൻ പറ്റുന്നില്ല, എൻ്റെ ബന്ധുക്കളെ കാണാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ അവന്റെ കൂട്ടുകാരെ ഒന്നും കാണാൻ കഴിയാതെ രാജാവിന്റെ കൊട്ടാരത്തിൽ അവൻ പ്രവാസത്തിൽ കഴിയുക. പക്ഷെ അവനൊരു കാര്യം ചെയ്തു, അവനൊരു കാര്യം അറിയാം. അവൻ യൗവനക്കാരനാണെങ്കിലും അവൻ ബാല്യനാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അവൻ പ്രാർത്ഥിക്കുന്നവനാ. അവനൊരു കാര്യം അറിയാം, സ്വന്തം നാട്ടിലാണേലും പ്രവാസത്തിലാണേലും പ്രാർത്ഥനക്കാരനെ ദൈവം ഉപയോഗിക്കും. Praise the Lord. It's not, it doesn't matter where you are, but it matters whether you are with God or not. സ്തോത്രം. നിങ്ങൾ എവിടെയാണെന്നുള്ളതിന് വിഷയമൊന്നുമല്ല. ദാനിയേലിനെ ദൈവം അനുഗ്രഹിച്ചത് സ്വന്തം നാട്ടിലല്ല, പ്രവാസത്തിലാണ്. ദാനിയേൽ അവിടെ ഇരുന്നുകൊണ്ട്, കർത്താവേ എന്നെ എന്തിനാ പ്രവാസത്തിലോട്ട് പിടിച്ചുകൊണ്ട് വന്നത്? എനിക്കിനി പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, എനിക്കിനി ആരാധിക്കാനുള്ള ആഗ്രഹമില്ല. ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. നമ്മളങ്ങനെയല്ലേ? ഒരു ചെറിയൊരു രോഗം വരുമ്പോൾ നമ്മൾ പറയും, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്?
ഒരു സാമ്പത്തിക കരിക്കം വരുമ്പോൾ പറയും, ഓ എത്രയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമൊന്നും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്തുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, വിഷയങ്ങളിൽ മാറ്റമൊന്നും കാണുന്നില്ല. അങ്ങനെ നമുക്ക് പ്രൈസ് ദി ലോർഡ് പലവിധമായ ആദികൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന മുടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദാനിയേൽ പറയുക, സ്വന്തം വീട്ടിലാണേലും പ്രവാസത്തിലാണേലും ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ തമ്പുരാൻ എടുത്തുപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിലാണ് ദാനിയേലിനെ ദൈവം ഉപയോഗിച്ചത്. മോശയോ, it costed Moses to forget Egypt to be used by God. Praise the Lord. ദൈവത്തിന് മോശയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മോശ പ്രൈസ് ദി ലോർഡ് ഈജിപ്തിനെ മറക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു. ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, മോശ എവിടോട്ടാ ഓടിയേ? മിദ്യാനിലോട്ടാ ഓടിയേ. എത്ര വർഷം? 40 വർഷം. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ കൊട്ടാരത്തിൽ ഈജിപ്തിലെ നന്മ മുഴുവനും അനുഭവിച്ചുകൊണ്ടിരുന്നവരാ. നല്ല ആഹാരമുണ്ട്, രാജകീയ ഭക്ഷണമുണ്ട്, വഴിയാത്ര ചെയ്യുവാനായിട്ട് പ്രൈസ് ദി ലോർഡ് രഥങ്ങളും കുതിരകളൊക്കെ ഉള്ള ഒരു രാജ്യത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ആടുമേയ്ക്കുന്ന ഒരു ജോലിയിലേക്ക് മോശ മാറ്റപ്പെട്ടു. എന്നാൽ അവിടെ അവൻ ദൈവത്തോട് നടന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് അവനെ ഈജിപ്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് ഫറവോന്റെ തലയ്ക്ക് മുകളിൽ ദൈവം കൊണ്ടങ്ങ് ഇരുത്തി. കർത്താവേ, എന്നെ എന്തിനാ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്? എന്നെ എന്തിനാ ഫറവോന്റെ നന്മ എന്നെ നശിപ്പിച്ച് കളഞ്ഞത്? കർത്താവ്, എനിക്ക് ഈജിപ്തിലെ നന്മ എന്തിനാ നീ എന്നെ തകർത്ത് കളഞ്ഞതെന്ന് മോശ ചോദിച്ചോ? ഇല്ല. സ്തോത്രം, സ്തോത്രം. ഡോണ്ട് റിമെമ്പർ ദ പാസ്റ്റ്. അയ്യോ, ചില ആൾക്കാരുണ്ട്, കഴിഞ്ഞ കുറെ നാളുകൾ കിട്ടിയ വലിയ നന്മകളില്ലേ, വലിയ വിജയങ്ങളില്ലേ, അതിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. യു ലിവ് ഇൻ ദ പാസ്റ്റ്. ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾ പാസ്റ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അത് തന്നെ പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഡു നോട്ട് റിമെമ്പർ ദ ഫോമർ തിങ്സ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. ഇവിടെ അതും പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് ഞങ്ങൾ ഓടുമായിരുന്നു, പണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, പണ്ട് ഞങ്ങൾ ആരാധിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് പറയുക, മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട. ദൈവത്തിന് നന്ദി പറയണ്ടെന്നല്ല പറയുന്നത്, പകരം എന്തുവാ, നീ പഴയത് പറഞ്ഞിരിക്കരുത്. ദൈവത്തിന് ഉപയോഗിക്കാൻ അത് തടസ്സമാണ്. When you live in the past, God will not be able to use you for the future. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ. ഒരു വാക്യം വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 5ഉം 8ഉം വാക്യങ്ങൾ. യോസേഫിനെ മിസ്രൈമിൽ കാരാഗൃഹത്തിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് അവൻ ഒരു പൊസിഷനിലിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ കാണാൻ വന്നപ്പോൾ നമ്മളാണെങ്കിൽ പറഞ്ഞു, നീ കാരണമാണ് ഞാനിവിടെ കാരകത്തിൽ കടന്നത്, നീ കാരണമാണ് എനിക്ക് തിന്മയുണ്ടായി, നീ കാരണമാണ് ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നത്. നമുക്ക് പ്രൈസ് ദി ലോർഡ് വിരൽ ചൂണ്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. യോസേഫ് ആർക്കെങ്കിലും നേരെ വിരൽ ചൂണ്ടിയോ? ഇല്ല. യോസേഫ് പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എന്നെ ഇവിടെ വിറ്റതല്ല, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ വിറ്റതല്ല. സ്തോത്രം. അവിടെ യോസേഫിന് പ്രതികൂലമുണ്ടായതാ. യോസേഫിനെ അവന്റെ സഹോദരന്മാര് പ്രൈസ് ദി ലോർഡ് മിസ്രൈമിൽ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞേച്ച് പ്രൈസ് ദി ലോർഡ് അവനെ പോത്തിഫോറിന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് കാരകത്തിനകത്തോട്ടിട്ട് വർഷങ്ങളോളം കാരകത്തിനകത്ത് കടന്ന യോസേഫ് ഇപ്പൊ വിളിച്ചു പറയുക, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. We need to change our perspectives. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിഷയങ്ങളെ നോക്കി കാണുന്നത്? നമ്മൾ വായിച്ച യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2ാമത്തെ ഭാഗം, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഡു നോട്ട് ഡ്വെൽ ഓൺ ദ പാസ്റ്റ്. നീ പഴയതിൽ ജീവിക്കരുത്. എന്തുവാ ഡ്വെൽ എന്ന് പറയുന്നത്? ജീവിക്കുക അല്ലേ? ഡ്വെൽ മീൻസ് ജീവിക്കുക. പഴയതിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? പഴയത് പറഞ്ഞ് ജീവിക്കരുത്, പഴയത് തന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. സ്തോത്രം. പഴയത് തന്നെ ഒരു ദൈവ പൈതല്, ഒരു ആത്മീയൻ, ഒരു ദൈവ പൈതല് പഴയത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാര്യം എന്തുവാ? സകലത്തെയും പുതുതാക്കുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പഴകിയതാണേലും, എത്ര പഴകിയ വിഷയമാണേലും, പ്രൈസ് ദി ലോർഡ്, എത്ര കാലപ്പഴക്കമുള്ള വിഷയമാണേലും സകലത്തെയും പുതുതാക്കുന്ന ഒരു ദൈവത്തോടാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളത്തിലെ വിശ്വാസം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര പഴകിയ വിഷയമാണെങ്കിലും, നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും വരാത്ത വിഷയമാണെങ്കിലും, വർഷങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും അതിന്റെ മേൽ ഒരു മുള പൊട്ടാത്ത വിഷയമാണെങ്കിലും, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം പറയുക, ഞാൻ യഹോവയായ ദൈവം പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ അവ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ഒരു ഭാഗം വായിച്ചു, യോഹന്നാൻ 5-ാം അധ്യായം, യോഹന്നാൻ 5-ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്.
38 വർഷം കൊണ്ട് ബെഥസ്ദ കുളക്കരയില് സ്തോത്രം കിടക്കുന്ന ഒരു പ്രൈസ് ദി ലോർഡ് 38 വർഷം കൊണ്ട് രോഗം പിടിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അവനിവിടെ കിടക്കുന്നേ ബെഥസ്ദ എന്ന് എബ്രായ പേരുള്ള ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാൻ ദൈവം അനുവദിച്ച് നമുക്ക് വേറെ എപ്പോഴെങ്കിലും ഈ വേദഭാഗം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൂതൻ ഇറങ്ങി ഈ കുളം കലക്കും. അപ്പോൾ ആരാണോ ആദ്യം ഇറങ്ങുന്നത് അവർക്ക് സൗഖ്യം ഉണ്ടാകും. സ്തോത്രം. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യം എന്തുവാ? ഞാനൊന്ന് കുളം കലക്കട്ടെ എന്നാണ് ചോദിച്ചേ? ഞാൻ നിന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോട്ടോ എന്നാണ് ചോദിച്ചേ? ഇല്ല. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സ്തോത്രം. നിനക്ക് സൗഖ്യമാകുവാൻ. ബിക്കോസ് പ്രൈസ് ദി ലോർഡ് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ സ്തോത്രം ഇനി സൗഖ്യമാകണമെന്നുള്ള താല്പര്യം പോലും ചെയ്യും കുറഞ്ഞു പോകും. പ്രത്യാശ നശിച്ചു പോകും. ബിക്കം സോ ഹോപ്പ്ലെസ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാ പ്രശ്നം. ശത്രു നമ്മളെ ആക്കി വെക്കുന്ന മണ്ഡലമറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പതിയെ പതിയെ നമുക്ക് അസൗഖ്യമാകാനുള്ള താല്പര്യം പോലും നശിച്ചു പോകും. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കത്തില്ല എന്നൊരു സ്ഥിതിയിലോട്ട് നമ്മൾ വളർന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഇനി എൻ്റെ കുടുംബത്തിനകത്ത് ഒരു മാറ്റത്തിന് സാധ്യതയില്ല എന്ന ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങും. കർത്താവിൻ്റെ വചനം അതുകൊണ്ട് അവനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അത് നമ്മളിന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുക, നീ മുമ്പുള്ളവയൊന്നും നോക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. കർത്താവെ, കഴിഞ്ഞ 38 വർഷമായി ഞാൻ ഇവിടെ കിടക്കുക. കർത്താവെ, കഴിഞ്ഞ 38 വർഷമായി രോഗം എന്നെ പിടിച്ചിരിക്കുക. കർത്താവെ, കഴിഞ്ഞ 38 വർഷമായി ഞാൻ പ്രാർത്ഥിച്ച വിഷയമാ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു മാറ്റവും കാണുന്നില്ല, ഒരു വിടുതലും കാണുന്നില്ല. എന്റെ മനസ്സ് വല്ലാതെ കല്ലായി പോയി. ഇനി ഒരു അത്ഭുതം നടക്കത്തില്ല എന്ന് എന്റെ ഉള്ളം എന്നോട് പറഞ്ഞു. എനിക്കിപ്പം വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. എനിക്ക് പ്രാർത്ഥിപ്പാൻ തോന്നുന്നില്ല, എനിക്ക് ആരാധിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഉപവസിക്കാൻ തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വല്ലാത്ത മറിവിപ്പ്. കർത്താവിന്റെ വചനം പറയുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? Do you want to be healed? നിനക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിപ്പാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഇവനെ നോക്കിയേ, ഇവന്റെ 7ാമത്തെ വാക്യം നോക്കി. അവൻ എന്തോ പറയുന്നത്? രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അവൻ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവെ, വെള്ളം കലക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നവനാ. ഈ വെള്ളം കലക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് ആരെയിലൊക്കെ ഇറങ്ങും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് സൗഖ്യം കിട്ടാത്തത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. ഇന്ന കാരണം കൊണ്ടാ എനിക്ക് പ്രശ്നമുണ്ടായത്, ഇന്ന വിഷയം കൊണ്ടാ കർത്താവേ എന്റെ ഭവനത്തിന് അനർത്ഥമുണ്ടായത്, അതൊക്കെയും എനിക്ക് പ്രതികൂലമായി നിൽക്കുക. കർത്താവ് പറയുക, നീ മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുക. 2025 നമ്മൾ പ്രാർത്ഥിച്ചു മടുത്ത വിഷയങ്ങളെ തമ്പുരാനൊന്ന് കൈമാറാമോ? 2025 പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടൊന്ന് ഒരു വാക്കിലൊന്ന് പറയാമോ? കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച് തളർന്ന വിഷയമാ. കർത്താവേ, ഞാൻ പലവട്ടം പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയ വിഷയമാ. കർത്താവേ, ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ട വിഷയമാ. ഇസ്രായേൽ യഹൂദ ജനം ബാബിലോണിന്റെ അടിമത്തിൽ പോയിട്ട് അവർ വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും അവരുടെ പ്രവാസത്തിൽ നിന്ന് ഒരു വിടുതൽ കാണാതെ വന്നപ്പോൾ അവരുടെ ഉള്ളം ക്ഷീണിച്ചു പോയതുപോലെ, അവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതുപോലെ, വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മറുപടി കിട്ടാതെ വന്നപ്പോൾ ഞാൻ ക്ഷീണിച്ച ഒരു വിഷയമുണ്ട്. കർത്താവേ, 2025 അവസാനിക്കുമ്പോൾ ആ വിഷയം എൻ്റെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാനൊന്ന് വിശ്വസിക്കുക. എൻ്റെ ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ രോഗത്തിന് മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ സമ്പത്തിന് മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ ജോലിക്ക് മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ തലമുറയ്ക്ക് മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ വിവാഹ ജീവിതത്തിൽ മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ തലമുറയ്ക്ക് മാറ്റം വരുത്തും. എൻ്റെ ദൈവം എൻ്റെ ഭാവിക്ക് മാറ്റം വരുത്തും. അവൻ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അതിപ്പോൾ
എപ്പോൾ ഉത്ഭവിക്കും? നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജലത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിനും ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് പോലെ കാട്ടുമൃഗങ്ങളും കുട്ടന്മാരും കുട്ടകപ്പക്ഷിയും എന്നെ ബഹുമാനിക്കും. ദൈവം പറയുക, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. പ്രൈസ് കാണാൻ പഠിക്കണം. 2025 അവസാനിക്കുമ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ പതിച്ചങ്ങ് വെക്കണം. പ്രൈസ് മുമ്പുള്ളവയെ ഓർക്കണ്ട. 2025 ആരംഭിച്ച് ജനുവരി മാസം മുതലുള്ളതിനെ തൽക്കാലം നിങ്ങളങ്ങ് മാറ്റിവെക്കുക. പ്രൈസ് ലോർഡ്. 2026 പ്രവേശിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറയണം. ദൈവം ഒന്ന് പുതിയത് ചെയ്യാൻ പോവുക. പ്രൈസ് ലോർഡ്. തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരു പുതിയ പ്രവൃത്തി ചെയ്യാൻ പോവുക. അവൻ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. ശത്രു പറഞ്ഞു നിന്റെ അവസ്ഥയ്ക്ക് ഇനി മാറ്റം ഉണ്ടാകത്തില്ല. ശത്രു പറഞ്ഞു നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ശത്രു പറഞ്ഞു നിന്റെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ശത്രു പറഞ്ഞു നിന്റെ തലമുറയുടെ അവസ്ഥയ്ക്ക് ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്ന കർത്താവിന്റെ വചനം പറയുക, ഞാൻ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അടുത്ത ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അടുത്ത ഭാഗം എന്തുവാ പറയുന്നേ? അത് ഇപ്പോ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ല. പുതിയൊരു കാര്യം സംഭവിക്കാൻ പോവുക, അത് ഇപ്പോ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രൈസ് ദി ലോർഡ് വിഷയം നടക്കുന്നതിന് മുമ്പേ ആത്മാവിൽ നിങ്ങളത് കാണണം. പ്രൈസ് ദി ലോർഡ്. You need to sense, you need to perceive in your spirit. നിങ്ങൾ ആത്മാവിൽ അതിനെ ഏറ്റെടുക്കണം. നിങ്ങൾ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ചിലരെ ഏറ്റെടുത്ത്, ആത്മാവിൽ പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ശരീരത്തിൽ രോഗസൗഖ്യം ഏറ്റെടുത്ത്, ആത്മാവിൽ നിങ്ങളുടെ സമ്പത്തിന്റെ മേലെ വിടുതൽ ഏറ്റെടുത്ത്, ആത്മാവിൽ നിങ്ങളുടെ തലമുറയുടെ മേലെ വിടുതൽ ഏറ്റെടുത്ത്, ആത്മാവിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, ആത്മാവിൽ നിങ്ങളുടെ പഠന മേഖലയിൽ വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, ആത്മാവിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ ദൈവപ്രവൃത്തി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിച്ച് മടുത്ത വിഷയങ്ങളുടെ മേലെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഓ വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ആത്മാവിൽ കണ്ടാട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത് ആത്മാവിൽ കണ്ടാട്ടെ. കൺസീവ് ഇൻ യുവർ സ്പിരിറ്റ്. ആത്മാവിൽ കാണണം. പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആത്മാവിൽ കാണണം. കൺസീവ് ഇൻ യുവർ സ്പിരിറ്റ്. ഒരു വാക്യം കൂടെ വായിച്ചേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 40 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. 41, 42 വാക്യങ്ങൾ. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലിലൂടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നെയും അവൻ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവണം. ആത്മാവിൽ കാണണം. 3.5 വർഷമായി യാക്കോബിന്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. 3 വർഷവും 6 മാസവുമായിട്ട് എന്തില്ല? മഴയില്ല. ഏലിയാവ് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതുപോലെ മഴ പിടിച്ചു കെട്ടിയതുപോലെ നിന്നതാ. 3 വർഷവും 6 മാസവും കഴിഞ്ഞു. There's no rain. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഏലിയാവ് പറയുക, ഒരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആഹാബ് അത് കേട്ടില്ല, ബാല്യക്കാരനത് കേട്ടില്ല, ഇസ്രായേൽ തിങ്ങിപ്പാർക്കുന്ന ജനം അത് കേട്ടില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയാവ് ആത്മാവിൽ അത് കേട്ടിച്ചു പറഞ്ഞു, ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വിടുതലിന്റെ ശബ്ദം ഈ പകൽക്കാലം നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആത്മാവിന്റെ ആ മുഴക്കം. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ മഴയല്ല, ഒരു വലിയ മഴയുടെ, കണ്ടോ, ഒരു വലിയ മഴയുടെ, ഒരു ചെറിയ മേഘം പോലും വരാതിരിക്കുമ്പോ, ഒരു ചെറിയ പിശുറൻ കാറ്റ് പോലും അടിക്കാതിരിക്കുമ്പോ ഒരു വലിയ മഴയുടെ മുഴക്കം പ്രാർത്ഥിക്കുന്ന ഏലിയാവ് കേട്ടു. എന്നിട്ട് ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു,
നീ ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറി പൊക്കളാൻ പറഞ്ഞു. വേഗം ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാവ് പോയിക്കഴിഞ്ഞ ശേഷം ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ മുകളിൽ കയറി നിലത്തോളം കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളെ നടുവിൽ വെച്ചു. ദൈവം അനുവദിച്ചാൽ നമുക്ക് വേറൊരു സമയത്ത് ഈ ഭാഗം നന്നായിട്ട് ചിന്തിക്കാം. തൻ്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ ചെന്ന് നോക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മഴ പെയ്യാനുണ്ട്, ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്, നീ നോക്കാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവല്ല മഴ നോക്കാൻ പോയത്, ബാല്യക്കാരനെ പറഞ്ഞേച്ച് ഏലിയാവ് പ്രാർത്ഥനയ്ക്കായിട്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചു വന്ന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഏലിയാവ് വിലകാലം അടക്കിയിട്ട് അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? ഓരോ പ്രാവശ്യവും ബാല്യക്കാരൻ പോയച്ചു എന്ന് പറയും, അവിടെ ഒന്നും കാണുന്നില്ല. ഏലിയാവ് വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇന്നലകളിൽ അത് സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 3.5 വർഷം നടക്കാത്തത് ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ കണ്ടത്, ഇന്ന് ഞാൻ ആത്മാവിൽ അത് തിരിച്ചറിയുക. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു വലിയ മഴയുടെ മുഴക്കം എന്റെ കണ്ണം ഞാൻ കേട്ടതാ, അതുകൊണ്ട് എനിക്കത് മാറ്റി പറയാൻ പറ്റത്തില്ല, നീ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ബാല്യക്കാരന് 1 അല്ല 7 പ്രാവശ്യം ആവർത്തിച്ചു. 7ാമത്തെ പ്രാവശ്യം ബാല്യക്കാരൻ പോയച്ചു എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഒരു ചെറിയ കൈ പോലെ ഒരു ചെറിയ മേഘം, ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കേട്ട ഉടനെ ഏലിയാവ് പറയുക, ആ കണ്ട ചെറിയ മേഘം ഒരു വലിയ മഴയുടെ തുടക്കമാ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ ആത്മാവിൽ അത് കണ്ടുകൊണ്ട് ഏലിയാവ് പറയുക, കണ്ടത് ഒരു ചെറിയ മനുഷ്യന്റെ കൈ ആണെങ്കിലും അതിനകത്തൊരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നടക്കുവാൻ പോകുന്ന ഒരു വലിയ മഴയാ. അത് പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസ കണ്ണാൽ വിളിച്ചു പറയണം. അതുകൊണ്ട് കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. കഴിഞ്ഞ 3.5 വർഷം മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ 3.5 വർഷം നിലം വെണ്ടിയേറി കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. മഴയുടെ ഒരു ലാഞ്ചന പോലും ദേശത്തെങ്ങുമില്ല, ഒരു കാറ്റുമില്ല, മേഘം കാണാനില്ല. മഴ പെയ്യത്തില്ലല്ലോ എന്ന കർത്താവ് പറയുക, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതല് ആത്മകണ്ണുകളിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടാട്ടെ. ഏലിയാവ് വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ വിളിച്ചു പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ വിടുതലിന്റെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. രാജാവിനോട് പറയുക, കഴിഞ്ഞ 3.5 വർഷക്കാലം ഇവിടെ മഴ പെയ്തില്ല, പക്ഷെ ഇപ്പോ ഞാനൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. 2025 അവസാനിച്ച് 2026 കയറുമ്പോ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മള് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. വിശ്വാസത്തോടെ വിളിച്ചു പറയണം. ദൈവം പറയുക, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുക. ഏത് വിഷയത്തിന് മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ വിഷയത്തെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ സ്വർഗത്തിലേക്ക് കൈമാറിക്കൊണ്ട് പറ, കർത്താവേ, 2025 ഞാൻ പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയ ഒരു വിഷയമുണ്ട്. കർത്താവേ, ഞാൻ മടുത്തു പോയ ഒരു വിഷയമുണ്ട്. കർത്താവേ, ശത്രുവായവൻ എന്നെ ക്ഷീണിപ്പിച്ച് കളഞ്ഞൊരു വിഷയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ, പലപ്പോഴും ദൈവം എന്നെ മറന്നു കളഞ്ഞു. എൻ്റെ വിഷയത്തിൽ ഒരു മറുപടി എനിക്ക് വരത്തില്ല. എൻ്റെ കുടുംബത്തിന് ഒരു നന്മ കാണാൻ സാധ്യതയില്ല. കർത്താവെ, എന്ന് പലപ്പോഴും തോന്നിപ്പോയ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ അതിൻ്റെ വിടുതലൊന്ന് കാണാൻ കഴിയാമോ? ഒരു വലിയ മഴയുടെ മുഴക്കം. പ്രൈസ് ദി ലോർഡ്. ഓ, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ഒന്ന് പറയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തം മുമ്പിൽ നിൽക്കുക. ഞാനിതാ പുതിയതൊന്ന് ചെയ്യാൻ പോവുക. ഞാനിതാ പുതിയതൊന്ന് ചെയ്യാൻ പോവുക. I'm going to do something new. Praise the Lord. I'm going to do something fresh. നിങ്ങൾ മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. Do not dwell on the past. നിങ്ങൾ ഇന്നലകളിൽ ജീവിക്കാൻ ശ്രമിക്കരുത്. കഴിഞ്ഞ നാളുകൾ നടന്നതോർത്ത് പിന്നെയും പഴയത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവം എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. എന്റെ ദൈവം എന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാ. എന്റെ ദൈവം എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. എന്റെ ദൈവം എന്റെ രോഗത്തെ മാറ്റുന്ന ദൈവമാ. എന്റെ ദൈവം എന്റെ പ്രതികൂലത്തെ മാറ്റുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം എനിക്കൊരു വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് എന്റെ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ മനസ്സ് മടുപ്പിച്ച് കളഞ്ഞ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തുകൊണ്ട് ദൈവത്തോട് പറയാമോ? കർത്താവെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ച് 2025 കർത്താവെ, ഞങ്ങൾ ക്ഷീണിച്ചു പോയ ചില വിഷയങ്ങളുണ്ട്.
കർത്താവേ, ഇനി അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് പോലും തോന്നിപ്പോയ വിഷയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ മുമ്പാകെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഓ ഹല്ലേലൂയ. ഏലിയാവ് കേട്ടതുപോലെ ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. കർത്താവെ, എൻ്റെ ഭവനത്തിൻ്റെ വിടുതലിൻ്റെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. കർത്താവെ, എൻ്റെ ശരീരത്തിൻ്റെ വിടുതലിൻ്റെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. കർത്താവെ, എൻ്റെ തലമുറയുടെ വിടുതലിൻ്റെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. കർത്താവെ, എൻ്റെ സമ്പത്തിൻ്റെ വിടുതലിൻ്റെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. കർത്താവെ, എൻ്റെ ജോലി മേഖലയിൽ വരുന്ന വിടുതലിൻ്റെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. കർത്താവെ, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിടുതലിൻ്റെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. കർത്താവെ, ശത്രു പലപ്പോഴും എന്നെ പറഞ്ഞു, ഇനി ഒരു വിടുതൽ ഉണ്ടാകത്തില്ല, ദൈവം നിന്നെ മറന്നു കളഞ്ഞതാ, ഇനി ഒരു മാറ്റം നിനക്ക് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ മേഖലയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ വീടിനകത്ത്, കർത്താവേ, എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത്, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ശുശ്രൂഷയിൽ വലിയ വിടുതലിന്റെ പ്രവർത്തികളുടെ ശബ്ദം ഇന്ന് പകൽക്കാലം വലിയ മുഴക്കം ഞാൻ കേൾക്കുകയെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അവിടുത്തെ വചനം പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചരിത്ര രോഗങ്ങളും മാറട്ടെ, ബലഹീനതകളും മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കർത്താവെ, സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ പുതിയ സോഴ്സുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ശത്രുവായവൻ തടഞ്ഞു വെച്ചത് യേശുവിന്റെ നാമത്തിൽ റിലീസാകട്ടെ. ശത്രുവായവൻ പിടിച്ചു വെച്ചത് യേശുവിന്റെ നാമത്തിൽ റിലീസാകട്ടെ. കർത്താവെ, രോഗം ബാധിച്ച ശരീരങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. കർത്താവെ, ജോലി മേഖലയിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടപ്പ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പുതിയ പ്രവൃത്തികൾക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ വിടുതലിന് വേണ്ടി കർത്താവെ, ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവെ, ഞങ്ങൾ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിടുതൽ ഞങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.